എന്തൊക്കെ പറഞ്ഞു, തെറ്റി പോവാ ഇഷ്ടം കൊണ്ട്, വീഡിയോ എടുക്കാൻ ഇന്നത്തെ ഇഷ്ടം കൊണ്ട് എന്തൊക്കെയോ പറയണത്, തെറ്റി പോവാ. ഹായ്, വെൽക്കം ടു നമ്മുടെ തെരുത്താത്തയ്ക്ക് വേണ്ടിയിട്ടതല്ല. എന്തായാലും എനിക്ക് കിട്ടിയ നമ്മുടെ കാലിൻ്റെ ഒരു 10 ഗോളടിക്കാന്നുള്ളത് നമ്മുടെ രക്ഷയല്ലേ. അപ്പോൾ ഇതൊരു ഗോളടിക്കലോ ഒരു വൈരാഗ്യ ചോദ്യങ്ങളോ ഒന്നുമല്ല കേട്ടോ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. ഞാൻ ഒന്നാമത്തെ ഒരാളുടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാരണം ഞാൻ വീഡിയോ എടുക്കാറില്ല, ഒന്നുമില്ല. എൻ്റെ വല്ല പേഴ്സണൽ കാര്യം എൻ്റെ ആരെങ്കിലും പറഞ്ഞാൽ മാത്രമാണ് ഞാൻ പ്രതികരിച്ചിട്ടൊരു വീഡിയോ കൊണ്ടുവരുള്ളൂ. പക്ഷേ ഇത് എനിക്ക് എടുക്കാൻ തന്നു. ഇതുവരെ കുറേ ആൾക്കാർ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അവർ പറയാറില്ലേ, നിങ്ങളതിനെ പറ്റിയിട്ട് വീഡിയോ എടുക്കാണ്ട് ഞാൻ ആൾക്കാരെ അയച്ചത് തൊഴിലക്കാരോട് വീഡിയോ എടുക്കുന്നത്. അതുപോലെ ഞങ്ങൾക്ക് ഇതുപോലെ ആൾക്കാരെ അയച്ചു തന്നിട്ട് ചേച്ചിക്ക് കിട്ടിയൊരു ചാൻസ്, ചേച്ചി ഇത് ഉപയോഗിക്കുന്നത് വേണ്ടി ഞങ്ങൾക്ക് കുറേ ആൾക്കാരെ അയച്ചു തന്ന വീഡിയോ, അതുകൊണ്ട് പ്രതികരിക്കുന്നതാണ്. ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതുകൊണ്ടാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം ചെറുത്താത്തതിനെ പറ്റിയിട്ടാണ്. ചെറുത്താത്ത ന്യായീകരണങ്ങളൊക്കെ ആയിട്ട് വന്നു. ഞാൻ ഇങ്ങനത്തെ ഉദ്ദേശത്തിലല്ല, ഇങ്ങനത്തെ ഉദ്ദേശത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയ രീതിയിൽ എന്ത് മനസ്സിലാക്കിയാലും പറഞ്ഞ വാക്കുകൾ വൃത്തികെട്ടടേ, വഴിക്ക് നിൽക്കണം, ഇങ്ങനെ പിടിക്കുക, ഇറുക്കുക, ബസ്സിൽ പറഞ്ഞ ഒരു ഒഴിയ, ഇതൊക്കെ എന്തർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത്? താത്ത ജീവിക്കുന്നത് താത്തയുടെ ഇഷ്ടത്തിനല്ല. അതുപോലെ എല്ലാവർക്കും ഉണ്ടാവും ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും സൗകര്യങ്ങളും. അതുപോലെയാണ് ഓരോരുത്തർ ജീവിക്കുക. ഇപ്പോൾ മോഡലിങ്ങിൽ ആദ്യമായിട്ട് വന്ന ഒരാളല്ലല്ലോ കുട്ടി. ഇഷ്ടം പോലെ എത്ര വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ മോഡലിങ്ങിലും വസ്ത്രധാരണം. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമല്ലേ താത്തേ. അതിനല്ലേ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചെടുക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും സ്വാതന്ത്ര്യങ്ങളുണ്ട്. താത്തയ്ക്ക് താത്ത മുസ്ലിം രീതികളിലല്ലല്ലോ താത്ത നടക്കുന്നത്. തട്ടം കാര്യം ഇട്ടിട്ടൊന്നല്ലല്ലോ നടക്കുന്നത്. ഒരു സ്ത്രീ പറയാൻ പറ്റാത്തതിൻ്റെ അത്രയും വൃത്തിക്കെട്ട വാക്കുകളല്ലാണ്ട് ആ സ്ത്രീ യൂസ് ചെയ്യില്ല. ഞാൻ പറയാം, എന്നെ പലരും ട്രോൾ ചെയ്യാറുണ്ട്, പലരും എന്നെ കളിയാക്കിയിട്ട് വീടുണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ നേരത്തെ കൂട്ടരെ വീടുണ്ട്. സത്യമാണ്, നമുക്കൊരാളെ ഉപദേശിക്കാം മാന്യമായിട്ട്, അല്ലെങ്കിൽ ഒരാളെ നമുക്ക് ട്രോളാം മാന്യമായിട്ട്. ആ ഒരു മാന്യത എന്ന് പറഞ്ഞത് ഈ ഒരു പെണ്ണൂരത്തേക്ക് ജീവിതത്തിൽ വായിട്ടത്തെ വൃത്തിക്കെട്ട വാക്കുകളും തെറിയിടും. കുറച്ചാൾ മുന്നേ എൻ്റെ ഭർത്താവിനെ എന്നെ പറ്റി ഒരുപാട് വൃത്തിയാണ് എൻ്റെ മക്കളെ എടുക്കുക. അപ്പം ഞാൻ എൻ്റെ മോനെ പറഞ്ഞു തന്നു, എങ്ങനെ പറഞ്ഞിരിക്കും ഇതുപോലെ ഞങ്ങളെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പ്രതികരിച്ച് പോവാം. ഇപ്പോൾ പ്രശസ്തയായ ഒരു നടിയുടെ മോളെ പറയുമ്പോൾ ഇത്രയും ആൾക്കാർ പ്രതികരിക്കണേ. നമ്മളെ പോലുള്ള സാധാരണ ഒരു ലേഡീനെ പറയുമ്പോൾ ഒരാളും പ്രതികരിക്കില്ല. എന്തൊക്കെ ഒരു വൃത്തികെട്ട വാക്കുകളാണ് സ്ത്രീനെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ 4 മക്കളുടെ ഒരു അമ്മയാണ്. ഞാനൊരു വൃത്തികെട്ട രൂപത്തിൽ നടക്കുന്ന സ്ത്രീയല്ല. എന്തൊക്കെ സ്ത്രീ എന്നെ വൃത്തികെട്ട വാക്കുകൾ, എൻ്റെ ഭർത്താവിന് മരിച്ചു പോയ 94 വയസ്സുള്ള അമ്മേനെ എൻ്റെ ഭർത്താവിന് മരിച്ച ആ സ്ത്രീ എന്തൊക്കെ വാക്കുകൾ പറഞ്ഞു എന്ന് പറയും. ഞാൻ ആ സ്ത്രീന് മറുപടി ഞാൻ പറഞ്ഞല്ല, ലോകം പറഞ്ഞിട്ട് ഈ 36 പിന്നെ വീഡിയോ ഇട്ടുണ്ട് എന്നെ എൻ്റെ മോനെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനെ പറ്റി പറയുമ്പോൾ അവനെ ചൂടാവണ്ടല്ലേ. ഇതിനെല്ലാവർക്കും ഉണ്ട്, എല്ലാവരുടെ ലൈഫും കാര്യങ്ങളും ഒക്കെ. ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മള് വിട്ട സാധനം നമുക്ക് തന്നെ തിരിച്ചടിക്കും. ഒരു റബ്ബർ പന്ത് എറിഞ്ഞ് ആ എറിഞ്ഞ് തന്നെ മോന്തേമോ ഇങ്ങോട്ട് തന്നെ വന്ന് അടിക്കും. ആ അടിയാണ് ഇപ്പൊ താത്തയ്ക്ക് കിട്ടിയത്. ഇപ്പൊ എത്ര ആൾക്കാരാ താത്തേനെ ഇരുന്ന് പുകഴ്ത്തണ്. ഒരു സ്ത്രീന്ന് വെച്ചിട്ട് മറ്റുള്ളവർ പറയണത് മൊത്തം കേട്ടിരിക്കുന്നത്. ഒരു പബ്ലിക്കിന് മുന്നിൽ ഒരു വീഡിയോ എടുക്കുന്ന സ്ത്രീ എന്നുള്ള എനിക്ക് പറയണത് എല്ലാതും കേട്ട് സഹിച്ച് നിൽക്കണം. എന്താ അത്തരം നിർബന്ധം? താത്തക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ നേരില്ലാത്ത താത്ത പറഞ്ഞു. ഇതൊക്കെയാണ് താത്തയുടെ കയ്യിരിപ്പ് അല്ലേ? അയ്യോ, എന്തു സ്ത്രീയാണോ? എന്തൊക്കെ നിങ്ങൾക്കൊരു നിങ്ങൾ പെൺകുട്ടീനെ പ്രസവിച്ച അമ്മേനെ നിങ്ങൾ ഈ വാക്കുകൾ പറയൂ? വൃത്തിക്കെട്ട വാക്കുകളാണ് എന്തെങ്കിലും വായിൽ നല്ല വാക്കുകൾ, ഇറുക്കുക, പെറുക്കുക. അയ്യോ, എന്തൊക്കെ വാക്കുകൾ. എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് തെറിയൊക്കെ കണ്ടത്. തെറിയൊന്നല്ല, തെറിത്താത്തന്നല്ല പറയുന്നുണ്ട്. ഇതിനെ പറയേണ്ട വാക്ക് വേറെ. പക്ഷെ അത് പക്ഷെ താത്തയുടെ അത്ര വിദ്യാഭ്യാസം ഒന്നും ഇല്ലാണ്ടേക്ക്. ഇത് വീട് വിദ്യാഭ്യാസം ഇല്ലാത്തൊരു റെഡി ഞാൻ സാധാരണ ഒരു വീട്ടമ്മ. പക്ഷെ എനിക്ക് പോലും എൻ്റെ നാവ് കൊണ്ട് പറയാതെ ലജ്ജ. നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മളെ അച്ഛനും അമ്മമാരും മഴ ഇത്രയും തെറി പറഞ്ഞോ ഇതാക്കിയിട്ടൊന്നല്ല പഠിപ്പിച്ചിട്ടുണ്ട് മാന്യ മര്യാദയായിട്ട്. ഞങ്ങളുടെ വ്ളോഗിൽ തെറി ഒതിക്കാനും ഗുരു എന്തായാലും വളരെ കേമനാണ്. അത്രയ്ക്ക് അത്ര അഭ്യാസം പഠിപ്പിച്ചിട്ടില്ല താത്തേനെ. നല്ല ഗുരു താത്തേ. അയ്യോ, ഇങ്ങനെ ഗുരു ഒന്നും ഉണ്ടാവില്ല. ഇതന്നെ ഗുരു, ഇതന്നെ അവസാനത്തെ ഗുരു എന്ന് വെച്ചാൽ അല്ല. അയ്യോ താത്ത സമ്മതിക്കണം. താത്തനെ പ്രസവിച്ചത് ഒരു സ്ത്രീ തന്നെയല്ലേ. ഒരു സ്ത്രീനെ പറ്റിയിട്ടല്ലേ താത്ത ഈ നിലയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുട്ടി ചെയ്തോടെ, അത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കില്ലാത്ത പ്രശ്നം താത്തയ്ക്ക് എന്താ അത്ര വലിയ പ്രശ്നം? താത്ത നാട് നന്നാക്കണം. താത്തയുടെ കൈകാലം മന്ദ, നാട്ടുകാരുടെ മന്ദകാലം എന്ന് വിളിച്ച് നടക്കുന്ന അവസ്ഥ താത്തയുടെ കാര്യം.
താത്ത ചെയ്യണത് പ്രവർത്തിക്കുന്നതൊക്കെ നല്ല രീതി. ആദ്യം താത്ത ട്രോൾ വീഡിയോകൾ എടുത്തു, എല്ലാവരും ഉപദേശിക്കുക ദേഷ്യപ്പെട്ട വീഡിയോകൾ എടുത്തു. മാന്യമുള്ള ഭാഷ പഠിക്കും, മാന്യത, വായിന്ന് വരുന്ന വാക്കുകളിലും മാന്യത വേണം. ശരിക്കും ഉണ്ടല്ലോ നമ്മുടെ അമ്മയും കുട്ടികളെന്നൊക്കെ പറഞ്ഞില്ലേ, ഞാൻ പറയാം, എനിക്ക് എൻ്റേതായ സാഹചര്യങ്ങൾ മൂലമാണ് ഞാൻ ഇപ്പോൾ മഞ്ജു എന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ പോലത്തെ ഒരു പതിവ് അതങ്ങനെ ഒരു ഉദ്യോഗാധികാരത്തിൻ്റെ കാര്യത്തിൽ ഇരിക്കുന്നത് ഞാനാണെങ്കിൽ എൻ്റെ മോളെ പറഞ്ഞ മാവോട് ഞാൻ പബ്ലിക്കിന് മുന്നിൽ അവളോട് മാപ്പ് പറയിപ്പിച്ചല്ലേ. നേരത്തെ കൂട്ടാണ് എൻ്റെ വീട്ടിലുള്ളവരെ പറഞ്ഞാൽ തല തല്ലി പൊട്ടിക്കണം, തല തല്ലി പൊട്ടിക്കണം, തല്ലി പൊളിക്കണം. ഞങ്ങൾ പിന്നെ എന്താണെന്ന് പറയുമോ, നമ്മൾക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങൾ പ്രതീക്ഷിച്ച് 2 കുഞ്ഞുമക്കളുണ്ട്. മൂത്ത 2 ആളെ പറയില്ല, എന്താ വെച്ചാൽ അവർക്ക് 2 ആൾക്കും ഭർത്താക്കന്മാരുണ്ട്, അവർ സുഖമായി ജീവിക്കുന്നത്, അവരെനിക്ക് നോക്കേണ്ട കാര്യം. പക്ഷേ ഞങ്ങളെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന 2 കുഞ്ഞുമക്കളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള എന്ത് കാര്യം കണ്ടാലും പിടിച്ചാലും നമ്മൾ ഒന്നും സഹിച്ചും മിണ്ടാണ്ടും നമ്മൾ നിൽക്കണം. ഓ താത്തെ സമ്മതിച്ചു. തലച്ചോറന്നല്ല തെറിച്ചോറ വരും. തലച്ചോറൊക്കെ മാറ്റി താത്ത തെറിച്ചോറ് സേവ് ചെയ്തിട്ടിരിക്കണ താത്തയാണ്. താത്ത എന്തെങ്കിലും ഒക്കെ പൊട്ടി വിരിയിട്ടത് തെറി. അതെ, ഒരു 84 വയസ്സിലെ അമ്മേനും മോനും പറ്റി താത്ത എന്തൊക്കെ വർത്താനം പറഞ്ഞു അറിയോ, എന്തൊക്കെ വാക്കുകൾ താത്ത യൂസ് ചെയ്യുന്ന അറിയോ. ഇതൊക്കെ സത്യം പറയാനല്ലോ, ഓരോ വീഡിയോ ഇപ്പോൾ കോപ്പിറൈറ്റ് അടിച്ചു, അതടിച്ചു ഇതടിച്ചു, ഇതിനൊക്കെയാണ് കോപ്പിറൈറ്റ് അടിച്ചു കൊടുക്കേണ്ടത്. ഇതൊക്കെയാണ് പോകേണ്ടത്, മനസ്സിലായ. ഞാൻ ഈ തെറ്റായിട്ടുള്ള ഒരു പബ്ലിക്കിലേക്ക് ഒരു തെറ്റായിട്ടുള്ള മോശമായിട്ടുള്ള ഒരു വാക്കുകളോ കാരണം ഒരു കുഞ്ഞു കുട്ടിക്ക് കാണാൻ പറ്റുന്ന ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ വിടാറില്ല, മനസ്സിലായോ. എൻ്റെ അക്കൗണ്ട് ഇല്ല, എൻ്റെ ഭർത്താവിനെ ചിലപ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കണം, അവനെ മുമ്പേക്കണം. ഇതിൻ്റെ അപ്പുറമുള്ള ഒരു മോശമായിട്ടുള്ള ഒരു വീഡിയോസ് എൻ്റെ ഇതിലുണ്ടല്ലോ, അതിപ്പോൾ സ്വാഭാവികം. ഞാൻ എപ്പോഴും പറയണം, അച്ഛൻ്റെ അമ്മമാരുടെ സ്നേഹം കണ്ട് എൻ്റെ മക്കൾ വളരണം. എന്തുണ്ട് അപ്പോഴാണ് അവരുടെ ലൈഫിൽ അവർക്ക് അല്ലെങ്കിൽ ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തേന് ഇട്ടെറിഞ്ഞ് പോകാൻ മറ്റേനെ വേഷം കൊടുത്തോളാൻ. അങ്ങനെയാണല്ലോ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ താത്തയുടെ ഒരു ഭഗവേദാണ് മറ്റത്. നമുക്കൊരു പിന്നെ എന്തായാലും കുറച്ചൊന്ന് ശാന്തനായി തോന്നണം. നമുക്കൊരു വെറുതെ വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ പോലീസ് പിടിച്ചു എന്നാ പറഞ്ഞ്. വെറുതെ വെള്ളം കുടിക്കാൻ വേണ്ടി പോലീസ് വന്നപ്പോ ഞാനൊന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കി. അത് നേരെ എന്റെ വീട് വരെ വന്നു. അത് നിന്റെ ഒരു 2 ആളേനും ഒരു പറയില്ലേ, ഒരു ഈ കന്നുകാലികളെ കൊണ്ടുപോകുമ്പോ ഒരു ഇതിന്റെ മുകളിൽ കൊണ്ടുപോകാൻ പറ്റിയ 2 ആൾക്കാർ. അപ്പൊ മുമ്പിലേക്ക് ഒരു ചെറിയ ഒതുക്കൊന്നുമില്ല. എല്ലാവർക്കും ന്യായീകരിക്കാൻ കല്യാണം വലിക്കാനും പരത്താനും ഇഷ്ടം പോലെ. ഈ ട്രോളന്മാരുടെ ഇടയിൽ വല്ല ട്രോളന്മാർ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചതാണല്ലോ, അവരെ ട്രോള മാത്രമല്ല. പക്ഷെ 1-2 ആൾക്കാരുണ്ട് കേട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ആ കുട്ടീനെ അങ്ങനെ അറിയില്ല, വല്ലാത്ത ജാതി എന്ന് പറയില്ലേ. പക്ഷെ മൂപ്പരുടെ റോഡ് നയിച്ചാൽ നമുക്കത് കേട്ടിരിക്കാനും തോന്നും. അത് മാന്യതയായിട്ടുള്ള വാക്കുകളും കാര്യങ്ങളും മാത്രം യൂസ് ചെയ്യുന്ന കുട്ടിയാണ്. ഞാൻ എൻ്റെ വീഡിയോ അനുവേണ്ണു കാണുന്നുണ്ട്. ഞാൻ അതിങ്ങനെ കാണിക്കുമ്പോൾ അനുവേണ്ണു കാണിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ഉള്ളതെന്നാണ്. അനുവേണ്ണു അത് ഇഷ്ടമാണ്. പിന്നെ ഒരാളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മള് ഈ കക്ഷിയുടെ പേരങ്ങോട്ട് പറഞ്ഞാൽ നമ്മളെ അങ്ങോട്ട് തൂക്കി കൊല്ലാൻ വിധിക്കും. അതിപ്പോ കുറച്ചിടെ മുന്നാണ് നമ്മളത് അറിയാൻ. ഇതിന് വലിയ തെണ്ടിത്തരം ചെയ്ത് ലോകത്ത് ആൾക്കാർ നടക്കുന്നുണ്ട്. പിന്നെയല്ലേ ഞങ്ങള് തെറ്റായിട്ടുള്ള ഒരു രീതിയിലൂടെ നടക്കണില്ല. തെറ്റായിട്ടുള്ള ഒരു രീതി ആളുടെ രീതി ഇപ്പൊ വളരെ നല്ല രീതി. അതായത് ഇതുപോലെ വരും. ഇതിപ്പോ ഈ പോലീസ് സ്റ്റേഷനൊക്കെ എല്ലാവർക്കും കയറി ഇറങ്ങും, ഒരാൾക്ക് മാത്രം കുടുംബസ്വത്വം തന്നെ പോലീസ് ഒരു തോണിയിൽ ഇങ്ങനെ പോയിട്ട് പൊട്ടി മുളച്ചേറ്റനെ കൊണ്ടു നടക്കുക. അപ്പൊ അതാണ് ഇപ്പൊ ആ രീതി. അത് കുഴപ്പമില്ല, നടന്നോളൂ. നിങ്ങളെ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കയറ്റിട്ട് അങ്ങോട്ട് തൂക്കി കൊല്ലാൻ വിധിക്കരുത് കേട്ടാ. നമ്മള് ചില നേരത്തൊക്കെ പതറി പോണത് എന്തുകൊണ്ടാന്ന് അറിയോ, നമ്മുടെ പിന്നാമ്പറ നമ്മുടെ അവർക്ക് പിന്നാമ്പറൊന്നുമില്ല, ഇട്ടെറിഞ്ഞു പോവുക. പിന്നെ അവനവൻ്റെ ആവശ്യം വരുമ്പോ ചേർത്ത് പിടിക്കുക. അപ്പൊ ചേർത്ത് പിടിക്കണവരാണില്ല. എൻ്റെ അച്ഛൻ്റെ ജീവിതം പോയോ എൻ്റെ മറ്റവരുടെ ജീവിതം പോയോന്നില്ല. കാശുണ്ടോ പതിവുണ്ടോ അവിടേക്ക് ശരിയാ. ഇപ്പം ഏതമ്മമാർക്ക് തെറ്റിയാം, ഏതമ്മമാർക്ക് ആരുടെ കൂടെ വേണമെങ്കിൽ പോവാം. പക്ഷെ മക്കളെ ഇട്ടെറിഞ്ഞ് പോവും. അത് നോക്കിയിട്ടൊക്കെ മറ്റുള്ളവര്. പിന്നെ അമ്മയുടെ കാശായി പതിവുമ്പോൾ കൂട്ടി പിടിക്കാൻ ആൾക്കാർ ഇഷ്ടപ്പെടും. ആ ലോകത്തൊക്കെയാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. തമ്മിൽ സ്നേഹവും ബന്ധങ്ങൾക്കോ ഒന്നും ഞങ്ങളിപ്പോ അതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന ഇതൊക്കെയാണ് മക്കള്. ഇതൊക്കെയാണ് എൻ്റെ അച്ഛനമ്മകളെ ഒരു തണ്ടി തന്നെ വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൽ അമ്മയ്ക്കന്മാരോട് മിണ്ടില്ല. കാരണം ഞാൻ കാര്യമായിട്ട് പറയണം, അങ്ങനത്തെ ഒരു അച്ഛനമ്മയും മക്കളായിട്ട് വളർന്നേക്കാളും അത് നമ്മൾ അര മുഴുവൻ കയറുന്ന അവസാനിപ്പിക്കുക ഏറ്റവും നല്ലത്.
എന്തിനാണ് അമ്മേനെ കൂട്ടി കൊടുത്തിട്ടുണ്ടാക്കുന്ന കാശ് എന്തിനാണ്? അങ്ങനത്തെ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. അങ്ങനെ അതൊക്കെയാണ് കാര്യം. ഇപ്പൊ ഇതന്നെ താത്തേനെ ഈ താത്തേനെ നല്ല 2 ആൺമക്കളാണെങ്കിൽ അമ്മ വീഡിയോ എടുത്തു മാന്യ മര്യാദയായിട്ട്. അപ്പൊ അമ്മയുടെ കഥ അത്യാവശ്യം പ്രചരിക്കുന്നുണ്ട്. എന്നാലും നമ്മള് കണ്ടു 3 എണ്ണത്തിനെ കെട്ടി 3 എണ്ണത്തിന് തട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എന്റെ സത്യമാണോ എന്നൊക്കെ അറിയണത്. ഞാൻ പറയണതല്ല, വീഡിയോകൾ വരുന്നുണ്ട്. എത്രയോ പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ പേർക്ക് കേസുണ്ട്. പിന്നെ എന്തോ ഫോട്ടോ എത്രയോ ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ്. 56 കേസൊക്കെ നിലവിലുണ്ട്. പിന്നെ നമ്മുടെ നെക്തമായിട്ടുള്ള ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തൊക്കെ പറയണ കേൾക്കാനായിട്ട് ആൾക്കാർ ട്രോളാണ്. എനിക്കറിയില്ല പേഴ്സണലായിട്ട്. നമുക്കാരും ഫോട്ടോ അയച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഫോട്ടോ കണ്ടിട്ടില്ല, കാണാട്ട് താല്പര്യം. ഈ താത്തേനെ കാണാൻ പറ്റില്ല, തെറിയ വരുള്ളൂ. വേറെ കണ്ണിലേക്ക് അടിക്കും തെറി. താത്തക്ക് നല്ല സുഖമായി വർക്കാവും ഇപ്പൊ. താത്തക്ക് ഉളുപ്പെന്ന് പറയില്ലാത്ത സാധനം. ഞാൻ ഒരു ഉളുപ്പുള്ള ഒരാൾക്കാരാണ് ഈ വായിൽ ഈ വൃത്തികെട്ട വാക്കുകൾ പറയും. ഞാൻ പറഞ്ഞു താത്ത വീടിട്ടോ, ഞങ്ങളെ എതിര് വീട്ടിയോടെ എല്ലാവരും വീഡിയോ ചെയ്തിട്ടു മാന്യമായിട്ട് പറയാം. എന്തിനും വൃത്തികെട്ട ഭാഷകൾ ഇതിൽ കുത്തിക്കയറ്റുന്നത്. ഞാൻ വൃത്തികെട്ട രീതിയിൽ എവിടെയും ചെയ്യണതോ പ്രവർത്തിക്കുന്നതോ കണ്ടോളൂ. അപ്പം എൻ്റെ മക്കളെ പറ്റി എന്ത് അതിന് അതിൻ്റെതേ മാന്യതയിൽ സംസാരിക്കൂ. അല്ലാണ്ട് വൃത്തികെട്ട കാര്യം ഞാൻ ആരും കൂട്ടി കൊടുക്കാനോ കാര്യമൊന്നും പോലില്ല. താത്ത ഇങ്ങനെ വൃത്തികെട്ട ലെവലിക്ക് സംസാരിക്കുന്നെങ്കിൽ താത്തയുടെ 2 ആൺമക്കൾക്ക് കയ്യിന് ബലമില്ലാത്തതിൻ്റെ ഒരൊറ്റ പ്രശ്നമാണ് താത്ത ഈ വായ വന്നിട്ട് ചലച്ചു കൂടുന്നത് മീഡിയകളിലും ഈ വീഡിയോയുടെ മുന്നിൽ. അവന്മാർക്ക് ഉളുപ്പില്ലാത്ത അവനവൻ്റെ അമ്മയിലെ ഈ വൃത്തികെട്ട ഭാഷ ഇരുന്ന് വിളമ്പണേന്ന്. എന്തൊക്കെ ഭാഷ തെറിക്കുണ്ടിട്ട മാന്യത. തെറിയല്ല, തെറിയെന്ന് അതിനുണ്ട് ഒരു മാന്യത. താത്ത തെറിയല്ലല്ലോ, അതിന് തെറി പറയാം. അതെങ്ങനെ തെറിയെന്ന് പറയാം? തെറിക്കൊരു മാന്യതയുണ്ട്. ഇത് തെറിയല്ല, അത് അതിനേക്കാളും തരം താഴ്ന്ന വാക്ക്. ഒരു സ്ത്രീനെ മറ്റൊരു സ്ത്രീ പറയാൻ പാടാത്ത പല വാക്കുകളാണ് സ്ത്രീ ഇന്ന് ഓരോ സ്ത്രീകളെ. ഒരു വീട്ടമ്മയെ എന്നെ, അല്ലെങ്കിൽ 4 മക്കളായ അമ്മയെ എന്നെ ഞാൻ ഈ പബ്ലിക്കിന് മുന്നിൽ വന്നിട്ട് പറയണല്ലോ ഞാൻ തെറ്റ് ചെയ്യാത്ത സ്ത്രീയാന്ന് പറയണെങ്കിൽ എനിക്ക് തൻ്റെ ഉള്ളതുകൊണ്ടാണ്. മനസ്സിലായോ? താത്ത അയ്യോ സംഭവട്ടാ, ഒരു പ്രസ്ഥാന. താത്തേനെ രൂപക്കൂട്ടിൽ വെക്കണം. ആരെങ്കിലും അതിനൊന്ന് അവസാനിപ്പിച്ച് രൂപക്കൂട്ടിൽ കയറ്റണമെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ എന്താ പറയാ, തെറി മാത്രം അവസാനിപ്പിച്ചാൽ മതി. ആള് ജീവനോടെ സൂപ്പറായിട്ട് നടന്നോട്ടെ. എന്തിനാണ് ഇങ്ങനെ ഒരു അമ്മ ഉണ്ടായിട്ട് കാര്യം? അവർക്കത് നല്ല നേട്ടല്ലേ, അത് കൊയ്ത്തുമരല്ലേ. കൊയ്ത്തുമരം കറന്ന് പശു എന്ന് പറയേണ്ടി വരും. അതിന് കറന്ന് വീട്ടിലെ ചെലവ് കഴിക്കാന്ന് പറഞ്ഞാൽ ഞാനങ്ങനെയല്ല. ഞാൻ എൻ്റെ വീട്ടിലെ, പക്ഷെ ഞാൻ എൻ്റെ മാന്യമായിട്ടുള്ള കുക്കിംഗ് വീഡിയോയും എൻ്റെ വീട്ടിലെ ജീവിത രീതിയും മാത്രം ഇത്രയാണ് ഞാൻ ജീവിക്കുന്നുള്ളൂ. പിന്നെ എൻ്റെ മക്കളുടെ പ്രശ്നം നിങ്ങൾ മോളെ നോക്കിയിട്ട് നിങ്ങൾ വീഡിയോയിൽ വന്ന് പറഞ്ഞില്ല വെച്ചാൽ എനിക്ക് നിവൃത്തിയില്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറഞ്ഞേ പറ്റൂ. അതിന് ഞാൻ ഉത്തരം പറയണു. അത് മോശമായിട്ടൊന്നും ഇതുവരെ ഞാൻ സംസാരിച്ചില്ല. മാന്യതയായിട്ടുള്ള സംസാരമാണ് ഈ നിമിഷം വരെ ഞാൻ സംസാരിച്ചില്ല. മോശമായിട്ട് ഒരു വാക്കോ തെറിയോ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾ കേൾക്കില്ല. ഇപ്പോൾ 6 വർഷമായി ഞങ്ങൾ വീഡിയോ ഇടാൻ തുടങ്ങി. ഈ 6 വർഷത്തിലെ വീഡിയോകളും ഞാൻ തെറി എന്ന് പറഞ്ഞ സാധനം എൻ്റെ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. മനസ്സിലായോ? നമ്മൾ തെറി പറയും, അതൊക്കെ സാഹചര്യങ്ങളനുസരിച്ച് പറയും, അതൊക്കെ ലോകത്തുള്ളതിനെ. പക്ഷേ ഈ വീഡിയോയുടെ മുന്നിൽ വന്നിരുന്ന് എല്ലാവരും കാണുന്ന ഇതിൽ തെറിയേക്കാളും തരം താഴ്ന്ന വാക്കുകൾ യൂസ് ചെയ്ത താത്തയ്ക്ക് നമസ്കാരം. താത്ത എനിക്കിപ്പോൾ ഫോണ് ഞാൻ യൂട്യൂബ് ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല കേട്ടോ. എന്നെ എനിക്കിപ്പോൾ ഹോസ്പിറ്റലേഴ്സും കാര്യങ്ങളൊക്കെ കാരണം ഞാൻ അതിൻ്റെ പിന്നാലെയാണ്. എനിക്ക് ഞാൻ യൂട്യൂബ് ഞാൻ തുറന്നു നോക്കാറില്ല. ഞാൻ അന്നത്തോടുകൂടി വീഡിയോ ഇട്ടു. ഒരു വീഡിയോ താത്ത എനിക്ക് വേണ്ടിയിട്ട് ഞാൻ തിരിച്ചൊരു വീഡിയോ ഇട്ടു. പിന്നെ അടുത്ത വീഡിയോ താത്ത ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ നോക്കിയിട്ടില്ല. എന്താ വെച്ചാൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊപ്പം മറുപടി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. പിന്നെ വേഗം എന്തിന് ആ സാധനത്തിനോടൊക്കെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? വെളിവില്ലാത്ത സാധനം, ഒരു ബന്ധങ്ങളെ വില അറിയാത്ത സാധനം. എന്താണ് ഭാര്യ ഭർത്താവ് മക്കൾ എന്നുള്ള ബന്ധം അറിയാത്തൊരു മുതലാണ് താത്ത. മനസ്സിലായോ? താത്തയ്ക്ക് എല്ലാ വിവരമുണ്ട്. താത്ത ഭയങ്കര വിവരമുള്ള ആളാണ്. പക്ഷെ ഇതിനാണ് വിവരം. ആ കുട്ടിയുടെ അതിൻ്റെ സ്വപ്നമായിരിക്കും, അതിൻ്റെ ആഗ്രഹമായിരിക്കും മോഡലിങ്ങും കാര്യങ്ങളും. അതുപോലെ അതിൻ്റെ അച്ഛനോ അമ്മയ്ക്കോ അതിനോ ഇല്ലാത്തൊരു പ്രശ്നം താത്തയ്ക്ക് എന്താ? താത്തേൻ്റെ വീട്ടിലത്തെ കുട്ടിയൊന്നും തന്നെയല്ലോ. താത്തേനെ നേരെയൊക്കെ താത്തേൻ്റെ കുടുംബത്തുള്ളവർ കഴിയണില്ല. അല്ല, താത്തേനെ നേരെയൊക്കെ താത്തേൻ്റെ വീട്ടിലുള്ളവർ കഴിയണ്ട. താത്തേനെ നേരെയൊക്കെ താത്ത നേരെ എത്ര ആൾക്കാരെ, എത്ര പെണ്ണുങ്ങളെ താത്ത തെറിയിലിങ്ങനെ ഇതാക്കി പറഞ്ഞു. ആ രേണു സുഖി വയ്യാണ്ട് മരുന്ന കിടക്കയില്. ഇപ്പം ഞാനായാലും അങ്ങനെ ഒരു അവസ്ഥയാണ് പറയുമ്പോൾ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ എനിക്കായാലും ആർക്കായാലും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആ പെണ്ണിനെ ജീവിക്കാൻ മതി. ആള് ശരിയാവണോ തെറ്റോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ വയ്യാണ്ട് കിടക്കുന്ന ആ ഒരു സ്ത്രീനെ അടക്കം
എന്താ വെറുതെ വിടാണ്ട് വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞ താങ്കളെ സമ്മതിക്കണം. ഇപ്പോഴേലും ജനങ്ങൾക്ക് താത്തേരക്കെതിരെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയല്ലോ. ഇതൊക്കെ മുന്നേ ചെയ്യാമായിരുന്നു. അതായത് അങ്ങനെ ഒരു ആർട്ടിസ്റ്റിന്റെ മകളാണ്, അല്ലാത്തൊരു വീഡിയോ കാണാനിട്ടൊന്നും എങ്ങനെയും തരുമ്പോ താത്തയ്ക്കെതിരെ വീഡിയോ ഒക്കെ ആൾക്കാർക്ക് ഇടാം. പക്ഷെ ഇതുവരെ ഇട്ടായിരുന്നു, ഇപ്പം എന്തായാലും ഇടാൻ തോന്നിയതിന് വളരെ സന്തോഷം. പിന്നെ താത്തോടെ പറയണത് ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് തിരിച്ചടിക്കും താത്ത. ആ തിരിച്ചടിയാണ് ഇപ്പം താത്ത അനുഭവിച്ചുകൊണ്ട്. അപ്പം എനിക്കിങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ താത്തിട്ട് വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ സന്തോഷിച്ചിരുന്നില്ല. അതുപോലെയാണ് ഇപ്പം താത്തയ്ക്ക് കിട്ടിയപ്പോൾ താത്തയുടെ വീഡിയോ ഇട്ടിട്ട് ആൾക്കാർ സന്തോഷിക്കും. ഞാനായാലും ഭയങ്കര സന്തോഷത്തിലാണ് താത്തയ്ക്ക് ഇങ്ങനെ കിട്ടും. ഇനിയിപ്പോൾ താത്ത ഇതിൻ്റെ എതിരെ വീഡിയോ ഇടയ്ക്ക് വരികയായിരിക്കും. താത്ത എത്ര ആൾക്ക് എതിരെ വീഡിയോ ഇടേണ്ടി വരൂലേ? താത്ത ഒരു ദിവസം ഫുള്ള് ഒരു ദിവസം ഇരുന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ഇട്ടോണ്ടേ ഇരിക്കണ്ടായിരുന്നു. നല്ല വാക്കൊന്നും പറയണ്ട. ഇവളുടെ ഇത് അവന്റെ അതും ഇതും അവിടെ ഇത് മാത്രമേ ഉള്ളൂ താത്തയുടെ വായിൽ. താത്തയുടെ വായിൽ വേറെ ഒരു നല്ല വാക്ക് പറയുന്നത്. താത്തയുടെ ഉമ്മ ഈ പാട്ട് പാടിയിട്ടാണ് ഉറക്കിയിരുന്നത്. എനിക്ക് അതപ്പോ സംശയം. അല്ല, ഈ ചെറുപ്പത്തിൽ കേട്ടു വന്ന വാക്കുകൾ നമ്മള് കുഞ്ഞുമക്കളെ ഓർക്കുമ്പോ പാടിയിരുന്ന പാട്ട് ഇനി എന്ത് വാക്ക് കൊണ്ട് താത്തേനെ ഉറക്കിയിരുന്നെന്ന് ഞങ്ങൾക്കറിയില്ല. താത്ത എൻ്റെ ഭർത്താവിനെയും അമ്മേനെയൊക്കെ എൻ്റെ മോനെ വെച്ചിട്ടൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞു. സമാധാനം, സംതൃപ്തി. എന്താ വെച്ചാൽ നമ്മൾ കാണും. ഞാൻ തെറ്റായ രീതിയിലൂടെ ഈ നിമിഷം നടക്കില്ല. ഞാൻ തെറ്റായിട്ട് ഒരു കാര്യത്തിൽ നിൽക്കാറില്ല. ഒരാളുടെ കമൻറ്റ് ബോക്സിൽ അതിലൊരു നെഗറ്റീവ് കമൻറ്റ് പോലും ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന്, എനിക്ക് ആ ഒരു അക്കൗണ്ടിലുള്ള ഉപ്പും മുളക് ലേറ്റ് എന്നുള്ള ഒരൊറ്റ അക്കൗണ്ട്, ആ അക്കൗണ്ടിൽ ഒരാൾക്ക് നെഗറ്റീവ് കമൻറ്റോ കാരണം ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഞാൻ സ്മൈലോ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിഹ്നമായിട്ട് കൊടുക്കും. അത് സൂപ്പറാണെങ്കിൽ സൂപ്പർ. ഇതിൻ്റെ അപ്പുറം ഒരാൾക്ക് മോശമായിട്ട് ഒരു കമൻറ്റ്. നമുക്ക് ആ വീഡിയോ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ കാണണ്ട. അല്ലെങ്കിൽ കണ്ടിട്ട് നമുക്ക് കുറ്റം പറഞ്ഞ കുറവ്. നമ്മൾ എന്തിനാ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് മറ്റുള്ളവരെ ഇതാക്കാൻ നെഗറ്റീവ് പറയേണ്ട കാര്യം? നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട. അതാ ചിന്തിച്ചാൽ പോലെ. താത്ത അതല്ല, താത്തയ്ക്ക് ഇതാണല്ലോ താത്തയുടെ ജീവിതമാർഗം. താത്തയ്ക്ക് അല്ലാണ്ട് ഭയങ്കര വിദ്യാഭ്യാസമാണ്. ഞാൻ മജിസ്ട്രേറ്റാണ്, മറ്റേതാണ്, മരിച്ചാണെന്നൊക്കെ കുറേ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്താ കാര്യം? എന്നിട്ട് നാട്ടുകാരുടെ കുറ്റം തെറി പറഞ്ഞിട്ട് ഇന്ന് ജീവിക്കാനും കഴിയും. എനിക്ക് ആ വിദ്യാഭ്യാസം അത്ര ജോലി പതിവൊന്നുമില്ല. എനിക്ക് അത്ര വിദ്യാഭ്യാസം ഇല്ല. ഞാൻ വലിയ ജോലിക്കാരോ വലിയ ആളൊന്നും അല്ല. പക്ഷെ എനിക്ക് ജീവിതമാകുന്ന ഈ അടുക്കളയിൽ നടക്കണം. എൻ്റെ വീട്ടിലെ പരിപ്പൂട്ടാനും മീൻകറിയൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതിനൊപ്പം ഞങ്ങളുടെ ജീവിത രീതിയും. അല്ലാണ്ട് വേറെ ഒന്നും കാണിച്ചിട്ട് ഞാൻ ജീവിക്കുന്നില്ല താത്ത. പരിപ്പിന്റെ കൂടെ തെറി വേറില്ല, അത്രയല്ല താത്ത, വേറെ ഒന്നുമില്ല. അപ്പൊ എന്തായാലും താത്തയ്ക്ക് സുഖമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ചുരുക്കുന്നു. ഇനി താത്തയുടെ നാവിന് ഇനിയും ഇതുപോലെ ഇതിനെല്ലാം ജനറേഷനിലെ കുട്ടികളെയും ഇങ്ങനെ ഇത് പറയാനും അവരിന്ന് തിരിച്ച് ആരെങ്കിലും നല്ല മേട്ടം മേടും. താത്തയ്ക്ക് ആരുടെന്ന് കിട്ടും, അത് ഉറപ്പാണ്. ഈ നിലയ്ക്ക് താത്ത എല്ലാ പെണ്ണുകളെയും പറഞ്ഞുവാണെങ്കിൽ നല്ല കയ്യിന് നല്ല കഴിവുള്ള ആൾക്കാരൊന്നും താത്തയ്ക്ക് നല്ല മേട്ടം മേടും. എന്ന് വെച്ചാൽ നമുക്ക് കഴിവില്ലായ്മയാണ്. ഞാൻ പറയാം, എൻ്റെ സാഹചര്യം പോലും എനിക്ക് ഇപ്പം അയിമ നടക്കാനോ അതിൻ്റെ പേരിലേക്ക് കയറി നടക്കാനോ എനിക്ക് നേരമില്ല. എന്താ വെച്ചാൽ അതിരുന്ന് കുരയ്ക്കുന്ന പട്ടിക്കടിക്കില്ല എന്നല്ല, അതിരുന്ന് കുരച്ചോട്ടെ. ഒരു നമ്മൾ വഴി കൂടെ പോകുമ്പോൾ പേപ്പട്ടികൾ അപ്പുറത്ത് നിന്ന് കുരയ്ക്കണ്ടാവും. നമ്മൾ പയ്യനെ പിന്നാലെ പോകാറുണ്ടല്ലോ. അതാണ് ഇത് കുരയ്ക്കും, അതിൻ്റെ വായ കടയുമ്പോൾ നിർത്തും. അത്ര ഞാൻ താത്തേനെ കണ്ടിട്ടുള്ളൂ. ഇനി താത്ത എനിക്ക് വേണ്ടി എന്ത് വീഡിയോ ഞാൻ വീഡിയോ കാണുന്നേ ഇല്ല. ഞാൻ യൂട്യൂബ് എടുത്ത് നോക്കാറില്ല സത്യം പറയാം. എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുക പോസ്റ്റ് ചെയ്യാൻ ഞാൻ പോകും. പിന്നെ നാളെ വീഡിയോ ഇട്ടുണ്ടെങ്കിൽ എഡിറ്റ് പറ്റും. ഞാൻ യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ ഒരാളുടെ വീഡിയോ ഒരു കാര്യം ഒന്നും ഇതുവരെയാണ്. ഇൻസ്റ്റയിലാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രോൾ ചെയ്യും. അത് 1-2 വീഡിയോ കാണാൻ അതൊക്കെയുള്ള നേരമല്ലോ വയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീട്ടിലെ കാരണം എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യണം. എനിക്കിപ്പോൾ ജനം സഹായിച്ച് താത്ത പറഞ്ഞ ചോറി കുത്തിരിക്കില്ല. അപ്പോൾ ഒരു ചെറിയൊരു തുണിക്കട ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെ അതിൻ്റെ വർക്കും കാര്യങ്ങളായിട്ട് ഞാൻ നടക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഇത് ഹോസ്പിറ്റലാണ്. പക്ഷേ എനിക്ക് ഇന്ന് ഇത് വീഡിയോ ഇട്ടില്ലെങ്കിൽ ശ്വാസം മുട്ടി ചത്തു. ഇന്നലെ തൊട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ. അപ്പോൾ ഇന്നലെ ഒട്ടിക്ക് ആൾക്കാർ അയച്ചോണ്ടില്ല, ചേച്ചി വീഡിയോ എടുക്കുക, ചേച്ചി വീഡിയോ എടുക്കണമെങ്കിൽ തൊഴിലും തരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ പറയാറില്ലേ, എനിക്ക് ഇങ്ങനെ ഇവരുടെ ഉപ്പുമുളങ്ങാരെ വീഡിയോ എടുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ആൾക്കാർ പ്രതികരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കാറുണ്ട്. ഞാനും അതെ, താത്തയ്ക്കെതിരെ പ്രതികരിക്കൂ എന്നിട്ട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യുന്നോട് ഞാൻ താത്തയ്ക്കെതിരെ പ്രതികരിക്കണം. കുറച്ച് തെറിവാക്കി പഠിക്കണം, അതിന് സമയം കിട്ടിയില്ല. അപ്പൊ അത് ആ കപ്പ് നിങ്ങൾക്ക് വേണ്ടത്. ആ കപ്പ് വേണ്ട. അങ്ങനെ എന്തായാലും താത്ത ഇനി ഉയരങ്ങളിൽ എത്താൻ വേണ്ടി ഞങ്ങളുടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കും.
ഉയരങ്ങളിൽ എത്തിയിട്ട് നിലം പതിച്ച് വീഴാൻ പ്രാർത്ഥിക്കും. താത്ത ഇനി ഉയരങ്ങളിലെത്തണം. എന്താ വെച്ചാൽ നമ്മൾ ഒരു നിലയുടെ മുകളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറ്റില്ല. തിരിച്ചത് 10ാം നിലയുടെ മുകളിൽ നിന്ന് വീഴുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആഘാതമുണ്ട്. അതാണ് താത്തയ്ക്ക് ആവശ്യം. താത്ത ഇതൊന്നും താത്ത ഒതുങ്ങില്ല, എനിക്ക് നല്ലോണം അറിയാം. പക്ഷെ താത്തനെ ഒതുക്കാൻ ഈ ഭൂമിയിൽ ഒരാളുണ്ടാവും, മനസ്സിലായ? അത് ഉറപ്പ്. ഹംസനെ കൊല്ല കൃഷ്ണൻ അവതരിച്ചില്ല, അതുപോലെ താത്തനെ അടിച്ച് അമർത്താൻ ഒരാൾ ഈ ഭൂമിയിൽ ഉണ്ടാവും, അത് ഉറപ്പാ. എനിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണെന്നല്ലേ. കഴിവില്ലായ്മ എന്തായാലും നമ്മുടെ സാഹചര്യം, നമുക്ക് അന്നന്ന് കിട്ടുന്ന കാര്യം കൊണ്ടാണ് നമ്മുടെ വീട്ടിലെ ചിലവ് കഴിഞ്ഞു. ഇതിൻ്റെ പിന്നാലെ താത്ത എന്നിട്ട് എല്ലാവരും പിന്നാലെ കയറിയെന്ന് പോകണമെന്നും നമുക്ക് ഇന്ന് പോകാൻ നേരില്ല. നമുക്ക് നമ്മുടെ 2 ചെറുമക്കളെ സ്കൂൾ വിട്ട് അവരെ സ്കൂൾ വിളിക്കുക, അവരെ ഓടുന്നു, അവരെ ട്യൂഷനാക്കി, അവരെ കാര്യങ്ങൾ നോക്കി, ഭക്ഷണം വെച്ച് തുടിക്കാനത്തെ കാര്യങ്ങൾ നോക്കി, അതൊക്കെയാണ് നമ്മൾക്ക് നേരില്ല. അതുകൊണ്ടാണ് താത്തയ്ക്കാണെങ്കിൽ നേരെ ഇഷ്ടം പോലെ. താത്തയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ തിന്നാൻ ഇങ്ങനെ മിനിറ്റിന് പിന്നെ മോൻ ഇങ്ങനെ കൊണ്ടു കൊടുക്കും. തിന്നെ തെറി പറയാം മോ എന്നിട്ട് ഫുഡാണ് ഉണ്ടാക്കി കൊടുക്കണം അമ്മയ്ക്ക്. ഇങ്ങനെ അമ്മേനെ ആരോഗ്യം വരുത്തിട്ടൊക്കെ എന്താ വെച്ചാൽ ആ അമ്മ ഇങ്ങനെ നാട്ടുകാരെ തെറി വിളിച്ചിട്ടുണ്ടാകണ കാശ് കൊണ്ട് വേണം അവന് ജീവിക്കാൻ. അതുകൊണ്ടാണ് നന്നായി ഈ വീഡിയോ ഞാൻ ഇടണമെന്ന് വിചാരിച്ചല്ല, ഞാൻ തീർത്തും പറയാം. എനിക്ക് ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ മുതലാക്കണ്ടേ. അന്ന് എന്നെ ഇങ്ങനെ ഇതാക്കുമ്പോൾ ഒരുപാട് സന്തോഷിച്ചവരുണ്ട്, ഒരുപാട് ദുഃഖിച്ചവരുണ്ട് കേട്ടോ. സന്തോഷിച്ചവരുണ്ട്, ദുഃഖിച്ചവരുണ്ട്. ചേച്ചി നല്ല പറയുമ്പോൾ നമുക്ക് വിഷമാവാതെ ഒരുപാട് ഒക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ സന്തോഷിച്ചവർ അതിൻ്റെ ഇരട്ടി ഉണ്ടാവും. എന്നാലും വലിയ ഇതിപ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, ആരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല, എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി, എൻ്റെ മനഃശാന്തിക്ക് വേണ്ടി, എനിക്കൊരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ട്. ഹലോ, ഞാൻ സമാധാനായ ഒരാശ്വാസമായില്ലേ? അപ്പൊ താത്ത എന്തായാലും നമുക്ക് വീഡിയോ കണ്ടോളോട്ടെ താത്ത. എന്നിട്ട് ഏതിലാ നല്ല തെറിയൊക്കെ വരിക നോക്കിയോളൂ. ഞങ്ങൾ എന്തായാലും താത്തയുടെ വീഡിയോ കാണാനുമില്ല. താത്ത എന്ത് വേണം, താത്ത എന്ത് പറഞ്ഞാൽ അതൊക്കെ താത്തയാണ്. താത്ത ഞങ്ങളെ എന്തൊക്കെയാ പറയണത് അതൊക്കെ താത്തയാണ്. അതാ അത്ര ഞങ്ങൾ ഉദ്ദേശിക്കണുള്ളൂ. താത്ത നന്നായി വർത്താനം പറയും. തത്തക്ക് എന്തോ കൊടുക്കില്ലേ? എന്താ മിളകും കൊടുക്കും, പിന്നെ എന്തോ അല്ല പനയുടെ പോലെ അല്ലേ നാവ് കന പറയും അല്ലോ. തത്തക്ക് കൊടുക്കണ താത്തക്ക് നല്ല തെറി വരാൻ വേണ്ടി മോണ്ടാക്കി കൊടുക്കുമ്പോ മോനോട് പറയാം കുറച്ച് പച്ചമുളക് കൊടുക്കുക, നാവ് കനം കുറഞ്ഞാലാണ് ഒന്നുകൂടി വാങ്ങണം. എന്റെ സംസാരം ആർക്കും മനസ്സിലാവില്ല. എന്താ വെച്ചാൽ നമ്മളതൊന്നും തിന്നരുത്. നമ്മൾ സാധാ കഞ്ഞി ചോറൊക്കെ തിന്നണം. അത് ആരും വെച്ചിട്ടുണ്ടെങ്കിൽ തരണ്ടില്ല, ഞങ്ങൾ തന്നെ വെക്കണം, ഞങ്ങൾ തന്നെ തിന്നണം. അപ്പോൾ കുറച്ച് നാവും ഒക്കെ കുഴയും, കുറച്ച് നാവിന് കംപ്ലൈൻറ്റ് ഉണ്ട്, ശബ്ദ ബോക്സിന് കംപ്ലൈൻറ്റ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും താത്ത ഇനി അടുത്ത വീഡിയോയിൽ ഇന്ന തരുമ്പോൾ അതൊക്കെ താത്ത തന്നെയാണ്. താത്ത ചിന്തിച്ചു താത്ത എന്തൊക്കെയാണ് എന്നെ പറയണത് അതൊക്കെ താത്തയാണ്. ഞാൻ അത്ര മനസ്സിലാക്കുള്ളൂ. ഞാൻ അതുകൊണ്ട് താത്തയുടെ വീഡിയോ ഞാൻ കാണില്ല. അത് കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാവുന്നത്. ഇത് ഞാൻ കണ്ടതല്ല കേട്ടോ. ഇത് ഇൻസ്റ്റയിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും യൂട്യൂബിൽ ഞാൻ എടുത്തില്ല, ഇൻസ്റ്റയിൽ ചെറിയ ഷോർട്ട് വീഡിയോകൾ കണ്ടതാണ്. അപ്പം താത്ത ന്യായീകരിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ഒരു ന്യായീകരണം അല്ലാണ്ട് താത്ത ഞെക്ക് പിഴിയുന്നു. അതിനൊക്കെ എന്ത് ന്യായീകരണ? നിനക്ക് പിടിക്കണോടെ പീച്ചിനോടെ അതൊക്കെ എന്താ ന്യായീകരണം? ആ കുട്ടീനെ ഉപദേശിക്കാൻ പോണേ, ഇങ്ങനത്തെ വസ്ത്രം വേണ്ട, നല്ല നിലയ്ക്ക് നടന്നൂടെ, അങ്ങനെയൊക്കെ പറഞ്ഞൂടെ? അത് ആ കുട്ടീനെ ഇഷ്ടമാണ്, അത് ആ കുട്ടീനെ ഇഷ്ടമാണ് ഇങ്ങനെ നടക്കണം. അതുകൊണ്ട് താത്തക്ക് ഇനി പറഞ്ഞേ പറ്റൂന്ന് വെച്ചാ അങ്ങനെ പറയാൻ പഠിച്ചിട്ടില്ല. വിഷമം വിചാരിക്കരുത്. താത്ത അങ്ങനെ പറയാൻ പഠിച്ചിട്ടില്ല, ഇങ്ങനെ പറയാനാ പഠിച്ചു. താത്തയുടെ രീതി, താത്തേനെ പ്രസവിച്ച് കയ്യിലിട്ടെന്നിട്ട് പറഞ്ഞില്ലേ, ഒരു അമ്പലത്തിനെ പറ്റി പറഞ്ഞാൽ കൊടുങ്ങല്ലൂര് ഭരണിപ്പാട്ട് അത് പാടിയിട്ടാണ് അതിനെ ഉറക്കിയത്. അതിൻ്റെയാണ്, വേറെ ഒരു കുഴപ്പമില്ല. അപ്പോൾ പോട്ടെ, ബൈ.